ഇവിടെ നിന്നാ ഫ്ലൈറ്റ് പറഞ്ഞാണ്. എന്നാ പിന്നെ ഫ്ലൈറ്റ് അല്ല അവന് ഓട്ടോറിക്ഷ വരുന്ന കാണാൻ പറ്റൂ. നമുക്ക് അകത്ത് പോകാറുണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ കാറിട്ടാലേ നമുക്ക് സൗകര്യമായിട്ട് കാണാൻ പറ്റും. അല്ലാതെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ വാടക കൊടുക്കേണ്ടി വരും. കാരണം അതുകൊണ്ടല്ലേ. നീ എന്തിനാണ് അങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്ന? നാട്ടിലോട്ടുള്ള വഴിയൊക്കെ മറന്ന? അതെ, എന്നെ കൂടെ കൊണ്ടുപോടാ. നീ വഴി അറിഞ്ഞോളൂ, എന്നോട് കൊണ്ടുപോടാ. എന്താണ് അച്ഛന്റെ പ്രശ്നം? പറഞ്ഞാൽ നീ സോൾവ് ചെയ്ത് തരുമോ? എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരാം. അതന്നെ അച്ഛാ. അല്ല ചേട്ടാ, എന്താ അല്ലേ? അല്ല, അച്ഛൻ ചേട്ടൻ കുറച്ച് ഇടപാടെന്ന് വിളിക്കൂ. ഇല്ലടേ, മിച്ചർ കടച്ചായും ചൂടുണ്ടാ? ഇല്ല, ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പുട്ടുണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ആ, നല്ല ഐഡിയ. ശ്രീക്ക് ഇഷ്ടമുണ്ട് ആണല്ലേ? ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. കിഴങ്ങറി വെക്കാം. ആ, പുട്ടുകൂടി ഉണ്ടോ? ഇന്നലെ വെങ്ങനെയൊക്കെ മേടിച്ചായിരുന്നു. കബോർഡിൽ എന്തായാലും കാണും. എന്താണ് പരിപാടി? പരിപാടിയോ? ആദ്യം ഇഷ്ടപ്രാർത്ഥന, പിന്നെ സമൂഹകാരം, അത് കഴിയുമ്പോ ലാസ്റ്റ് നാടകം. ഇവിടെ ഇരിക്കല്ലേ കൊണ്ടുപോകാനായിട്ട്. ആകെ 1500 രൂപ ഉണ്ടായത്, അതുകൊണ്ട് കള്ളം പോയി. 1500 ഉണ്ടായിരുന്നു. എനിക്കറി രാവിലെ 500 നിൽക്കുന്ന നിങ്ങൾ തിരിച്ചില്ലല്ലോ. കള്ളത്തിന്റെ അച്ഛൻ ചർച്ച എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന നല്ല ചർച്ചയാണ്. മക്കളെ, ഗൗരിയമ്മയുടെ ശർക്കര ഇല്ലേ? ഓ, ശർക്കര നമ്മുടെ ചിറങ്ങിയുള്ള തിരുവനന്തപുരത്ത്. പറയണം, അവിടെ അറിയാം. അവിടെ ഒരു വസ്തു തർക്കം. ആർക്ക് തമ്മില്? ഗൗരിയുടെ വല്യമ്മയും കുഞ്ഞമ്മയും തമ്മിൽ. ശരിക്ക് അവരുടെ മക്കള്, മൂത്ത മക്കള് തമ്മിലാണ് പ്രശ്നം. അവരിപ്പോ എവിടെയാണ്? അവരാ താമസം? മൂത്ത ആള് ഡെറാഡൂണില്, അടുത്ത ആള് അങ്ങ് ചെറാപ്പുഞ്ചിയില്. അല്ല, അപ്പൊ ആരാണ് കേസ് ഫയൽ ചെയ്തത്? കേസ് കൊടുത്തതിന്റെ അച്ഛൻ ബാലേന്ദ്രൻ തമ്പി. അല്ലെ, ഈ ലക്ഷ്മിന്റെ ജോലിയുടെ കാര്യമാണ് ഈ പറയണ. അല്ല, അവരെന്തിനാണ് ഇയാളുടെ ഓട്ടോയിൽ അവരുടെ ബുള്ളറ്റ് കൊണ്ടൊന്ന് ഇടിച്ച് ഇടാൻ പോകണം? അതിന്റെ ആവശ്യം എന്താ? കാര്യം പറഞ്ഞു. അതെ ചേച്ചി, ഞാനൊരു നിഷ്കളങ്കനാണ്. ആണോ? ഞാൻ നിഷ്കളനെ ആദ്യമായിട്ട് കാണാം. നമസ്കാരം. ഞാൻ പോട്ടാടേ. എങ്ങോട്ട്? റൂമിലോട്ടാ? അവിടെ എന്തിനാ ചീനിക്കിഴങ്ങ് വെച്ച് വെച്ചേക്കണം? ചീനിക്കിഴങ്ങ് മാത്രമല്ല, പൂവക്കിഴങ്ങും ഉണ്ട്. എന്ത് വേണോ? ആന്റി എന്തിനാ ആന്റി 24 മണിക്കൂർ ആ കിച്ചണിൽ കയറിയിരിക്കണം? അതില്ലാമ ഞാൻ വേറെ എന്നെ പൊണ്ണ പാറമട ചാടി 2 തവണ നീന്തിയിട്ട് വാ. നിന്റെ അമ്മ പുതുവർഷമായിട്ടേ എന്തൊക്കെയോ ചെയ്യുന്നു.